നമ്മളിന്ന് ബ്രേക്കപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകം ഉണ്ടെങ്കിൽ പ്രണയം ഉണ്ടാകും, പ്രണയം ഉണ്ടെങ്കിൽ ബ്രേക്കപ്പുകൾ ഉണ്ടാകും, തേപ്പുകൾ ഉണ്ടാകും, പ്രണയ നൈരാശ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിവാഹങ്ങളുണ്ടെങ്കിൽ ഡൈവോഴ്സുകളും ഉണ്ടാകും. എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കുമല്ലോ പ്രണയിക്കുകയും അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പറയുക, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ ഡൈവോഴ്സ് അല്ലെ ബ്രേക്കപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു ബ്രേക്കപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രണയത്തിലായാലും വിവാഹത്തിലായാലും ബ്രേക്കപ്പ് എന്ന് പറഞ്ഞത് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും ഒരാൾക്ക്. അതായത് ഒരാളായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ഏതെങ്കിലും ഒരാളായിരിക്കും ആ ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇയാളെ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെ എന്താണ് പറയുക, വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തിക്ക് നമ്മളെ വേണ്ട, ആ വ്യക്തിക്ക് നമ്മൾ കോമ്പാറ്റബിൾ അല്ല, നമുക്ക് എന്താണ് കരച്ചിൽ വരും, വിഷമം വരും, പൊട്ടിക്കരയണമെന്ന് തോന്നും, നമ്മൾ എന്തെല്ലാമാണോ ചെയ്യണമെന്ന് തോന്നും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുക, ഭ്രാന്തോടുകൂടി എല്ലാ സാധനങ്ങളും എറിഞ്ഞുടയ്ക്കണമെന്ന് തോന്നും. അങ്ങനെയുള്ള നമ്മളെ ഇമോഷണൽ ഔട്ട്ബസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇമോഷൻ എല്ലാം തന്നെ എന്താണ് പറയുക, പൊട്ടിത്തെറിച്ചോ എങ്ങനെയാണോ ആ വിഷമങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയേണ്ടതാണ് എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അത് 2-3 ദിവസങ്ങളോളോ അല്ലെ ആഴ്ചകളോളോ ഇരുന്ന് കരയാം. അതിനുശേഷം നിങ്ങളതിനകത്ത് നിന്ന് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ഈ പുറത്ത് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ബ്രേക്കപ്പിൻ്റെ സമയത്ത് അറിയാം, നമ്മൾ ഒരു ലൈഫെല്ലാം പ്ലാൻ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ എൻ്റെ ലൈഫ് പ്ലാൻ ചെയ്യുന്നത്. അത് പെട്ടെന്ന് ഒരു ദിവസം അവർ നമ്മളെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആവും. നമ്മളെന്താണ് പറയുക, നമ്മൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിളിക്കാൻ ശ്രമിക്കും, വാട്സാപ്പിൽ 100 കണക്കിന് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 100 കണക്കിന് കോൾ ചെയ്യും, അവരെ പിന്തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും, തിരിച്ച് നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് നോർമൽ ബ്രേക്കപ്പിലെല്ലാം തന്നെ. അപ്പോൾ ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളൊരു 100 മെസ്സേജ് അയക്കും, 150 മെസ്സേജ് അയക്കുമ്പോൾ സമയത്ത് അവർക്ക് വീണ്ടും തോന്നുന്നത്, വാവ് നമ്മൾ കിടിലമാണ്, നമ്മളെന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെയുള്ള തോന്നലൊക്കെ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കിടിലമാണ്, നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ആ സംഭവങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നീട് ഞാൻ നോർമൽ ബ്രേക്കപ്പുകളൊക്കെ കണ്ടുവരുന്നൊരു സംഭവമാണ്, നമ്മളെന്താണ് പറയുക, നമ്മുടെ എക്സിനെ ആണെങ്കിൽ അൺഫ്രണ്ട് ചെയ്യും. അൺഫ്രണ്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകും. പിന്നീട് നമുക്ക് ആ സമയത്തൊക്കെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു ടെൻഡൻസി ആവും. പിന്നീട് നമ്മളെന്താണ് ഈ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തും. അവരെന്താണ് ചെയ്യാൻ, അവർ ഹാപ്പി ആയിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അത് യാതൊരു കാരണവശാലും അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഒരാൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അയാൾക്ക് കോമ്പാറ്റബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും മോശക്കാരനാവണമെന്നില്ല, അല്ലെ നിങ്ങൾ ഏറ്റവും മോശക്കാരി ആവണമെന്നില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും, നിങ്ങളുടെ ചിരി കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും, നിങ്ങളോടൊപ്പം എന്താണ് പറയുക, നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ആളുകളുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആ വ്യക്തിയായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, അല്ലെ ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ ജീവിതം മാത്രമേ മോശമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മോശമാവണമെന്നില്ല, അല്ല നിങ്ങൾ മോശക്കാരനാവണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് പറയുക, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒരുപാട് ആളുകളെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വേറെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് പറയുക, നിങ്ങൾ റിജക്ഷൻ കിട്ടി അതുകൊണ്ട് ഞാൻ ഏറ്റവും മോശമാണ്, അതുകൊണ്ട് ഞാൻ ഫ്രസ്ട്രേഷനോടുകൂടി അല്ലെ ഞാൻ നിരാശയോടുകൂടി ജീവിക്കണമെന്നൊന്നും പറയുന്നില്ല. നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കുകയൊക്കെ ആണെങ്കിൽ ബ്രേക്കപ്പിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് വെളിയിൽ വന്ന് വളരെ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളെ കാണാം. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അതായത് അവരുടെ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല അല്ലെ ബുദ്ധിമുട്ടുകളില്ല എന്നല്ല അതിനർത്ഥം. അതായത് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനും പറ്റുന്നതുകൊണ്ടാണ് അവർക്ക് ആ ബ്രേക്കപ്പിൽ പോലും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത്. ബ്രേക്കപ്പ് ഒരിക്കലും ഒന്നിൻ്റെ എൻഡല്ല, ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒന്നിൻ്റെ എൻഡല്ല, ഒരു ജീവിതത്തിൻ്റെ എൻഡൊന്നും അല്ല. അപ്പോൾ അതിനുശേഷമായിരിക്കും നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയാണ്, നിങ്ങൾക്ക് നിങ്ങൾ വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് ശേഷവും ഒക്കെ നിങ്ങളുടെ ഡാൻസ് അല്ലെങ്കിൽ സംഗീതം, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ, യാത്രകൾ, ഇതെല്ലാം നിങ്ങൾക്ക് നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ബിഗിനിങ്, അതൊരു തുടക്കമാണ്. അത് മറ്റ് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബ്രേക്കപ്പിനകത്ത് നിന്നെല്ലാം തന്നെ വെളിയിൽ വരാൻ പറ്റത്തുള്ളൂ.
അതോടൊപ്പം തന്നെ പല ആളുകൾക്കും ബ്രേക്കപ്പിന് ശേഷം എന്താണ് പറയുക ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനൊക്കെ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എന്താണ് പറയുക നമ്മൾ കഴിവതും ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ മാക്സിമം എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്നുമില്ല യാത്രകൾ പോവുക, സുഹൃത്തുക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ എന്താണ് പറയുക എങ്ങനെയായാലും നമ്മൾ വളരെ ബിസി ആയിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ ബ്രേക്കപ്പിനകത്ത് നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മളൊരു ഓക്കെ ആവുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ് എൻ്റെ കൂടെ ഇരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു പ്ലസ് പോയിൻറ്റ്സ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും അവരിൽ നിന്ന് കുറേയധികം പ്ലസ് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പോസിറ്റീവായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ബ്രേക്കപ്പിന് ശേഷം നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഫ്രണ്ട്സിനോടൊപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടൊപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. എന്താ പറയുക നമ്മുടെ മറ്റുള്ള ഹോബീസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടിരിക്കും. നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് എന്താണ് അവർക്ക് കെയർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ടൈമൊക്കെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. ആ സമയത്ത് ഇതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിനോടെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ എക്സിനോട് നമുക്ക് വലിയ ദേഷ്യം വരത്തില്ല, നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. ഞാൻ ആ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ കടന്നു വന്നപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പം എൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരാഗ്രഹമുണ്ട് ഇതേ സ്റ്റേജിലൂടെയൊക്കെ കടന്നു വരുന്ന ഒരാൾക്ക് നമുക്കെന്താണ് അവർക്കൊരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ള ഒരു 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 മോട്ടോ കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. കാരണം അത്തരത്തിലുള്ള ആളുകൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് പറയുക പലപ്പോഴും അവർക്ക് ആ ഒരു വിഷമത്തിൽ നിന്ന് എങ്ങനെ കരകയറണമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ചില ആളുകൾക്ക് തെറാപ്പികളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ എനിക്ക് നിരവധി സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അതങ്ങനെ നിയമം അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സുഹൃത്തുക്കളുള്ളത് തന്നെ ആ ബ്രേക്കപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല, നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്നുള്ളതുകൊണ്ടാണ് അതൊക്കെ പറ്റിയത്. ഈ ലോകം എന്നും ജയിക്കുന്നവനൊപ്പം നിന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്. അപ്പോൾ സാധാരണ ബ്രേക്കപ്പൊക്കെ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആളുകൾ സൂയിസൈഡിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ മദ്യം അധികമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ് കരഞ്ഞ് മാസങ്ങളോളം വർഷങ്ങളോളം ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് വളരെ മനോഹരമായ ഒരു ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അവിടെ സന്തോഷപരമായി ജീവിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ദ ലൈഫ് നിങ്ങളെ ആരെങ്കിലും ഇട്ടിട്ട് പോകുക, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടൊക്കെ പോകുന്ന സമയത്ത്, നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളെ വിഷമിച്ചിരുന്നുകൊണ്ട് ആരും വന്ന് നിങ്ങളെ എന്താണ് പറയുക എടുത്തുകൊണ്ട് പോവുക, പാമ്പർ ചെയ്യുക ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകുക, മുന്നോട്ട് പോവുക, ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ബ്രേക്കപ്പിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു ലൈഫിലൊരു വാക്കോ അനുഭവിക്കുന്നുണ്ട് എന്നെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളോടൊപ്പം ഒരു നല്ലൊരു ടീമുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട ബുദ്ധിമുട്ടുകളൊന്നും മറ്റൊരാൾ നേരിടരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊക്കെ ഒരു ബ്രേക്കപ്പിലൂടെ വന്നപ്പം വളരെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ സുഹൃത്തുക്കൾക്കും ലഭ്യമാക്കണമെന്നുണ്ട്. അത് എനിക്ക് കഫേ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ലഭ്യമാക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുക, ഞങ്ങളെ കോൾ ചെയ്യാം. ഞങ്ങൾ ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.